മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ എം.ടി. വാസുദേവൻ നായർക്ക് പത്മവിഭൂഷൺ മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം, എം.ടിയുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. മലയാളത്തിന്റെ അത്രയേറെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എം.ടി. വാസുദേവൻ നായർക്ക് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്. പി ബസന്ത് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബസന്ത്, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്ന ഒരു നിമിഷം തന്നെയാണ്. രാജ്യം അദ്ദേഹത്തെ ആദരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ. അല്പസമയം മുമ്പാണ് പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. എം.ടി. വാസുദേവൻ ബഹുമതിയായി ഇപ്പോൾ പത്മവിഭൂഷൺ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. പത്മവിഭൂഷൺ നൽകിയവരുടെ കൂട്ടത്തിൽ ജസ്റ്റിസ് ജഗദീഷ് സിംഗ് കേഹാർ, മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, കുമുദിനി രജനീകാന്ത് ലാഖ്യ, ലക്ഷ്മിനാഥ് സുബ്രഹ്മണ്യം, ഒസാമു സുസുക്കി, ശാരദ സിൻഹ തുടങ്ങിയവർക്കാണ് ഇപ്പോൾ പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്നത്. ഇതിൽ എം.ടി. വാസുദേവൻ നായർക്കും ഒസാമു സുസുക്കിക്കും ശാരദ സിൻഹയ്ക്കും 3 പേർക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് നൽകിയിരിക്കുന്നത്. വിവേക് ദബ്രോയ്ക്ക് പത്മഭൂഷൺ നൽകിയിട്ടുണ്ട്, മരണാനന്തര ബഹുമതിയായിട്ടാണ് നൽകിയിരിക്കുന്നത്. ജോസ് ചാക്കോ പെരിയാപുറം വൈദ്യശാസ്ത്ര രംഗത്ത് ഇപ്പോൾ പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. മുൻ സ്പീക്കർ മനോഹർ ജോഷി, ശിവസേനയിൽ നിന്നുള്ള ലോക്സഭാ സ്പീക്കറായിരുന്ന മനോഹർ ജോഷിക്കും മരണാനന്തര ബഹുമതിയായി ഹോക്കി ഗോൾ കീപ്പറായ ഇന്ത്യയുടെ ക്യാപ്റ്റനായ പി.ആർ. ശ്രീജേഷിന് പത്മഭൂഷൺ നൽകിയിട്ടുണ്ട്. പങ്കജ് ഉദാസിന്, അതായത് ഗസൽ ഗായകൻ പങ്കജ് ഉദാസിന് മരണാനന്തര ബഹുമതിയായി നൽകിയിരിക്കുന്നു. സാധ്വി റിതംബ്ര ആണ് ഇതിൽ ഒരു വിവാദമാകാവുന്ന ഒരു പത്മഭൂഷൺ. എസ് അജിത് കുമാർ, ശേഖർ കപൂർ, ശോഭന ചന്ദ്രകുമാർ, സുശീൽ കുമാർ മോഡി, ബീഹാറിൽ നിന്നുള്ള ബി.ജെ.പി. നേതാവായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു, ഉപമുഖ്യമന്ത്രിയായിരുന്ന സുശീൽ കുമാർ മോഡിക്ക് മരണാനന്തര ബഹുമതിയായി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. പത്മശ്രീ നേരത്തെ നമ്മൾ നൽകിയിരുന്നതാണ്. പക്ഷേ 19 പേർക്കാണ് പത്മഭൂഷൺ നൽകിയിരിക്കുന്നത്. 26 പേർക്ക് പത്മഭൂഷണും 7 പേർക്ക് പത്മവിഭൂഷണും നൽകിയിട്ടുണ്ട്. അതിൽ ഒരാള് എം.ടി. വാസുദേവൻ നായരാണ്. മറ്റ് 7 പേർ ഇവരാണ്: ദൂർ നാഗേശ്വർ റെഡ്ഡി, ജെ ജസ്റ്റിസ് കേഹാർ, കുമുദിനി രജനീകാന്ത് ലാഖ്യ, ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം, എം.ടി. വാസുദേവൻ നായർ, ഒസാമു സുസുക്കി, ശാരദ സിൻഹ. ബസന്ത്, എം.ടിക്ക് പത്മവിഭൂഷൺ, അതോടൊപ്പം തന്നെ പി.ആർ. ശ്രീജേഷിന് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അതും ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണല്ലോ, അല്ലേ? തീർച്ചയായും. എം.ടി. വാസുദേവൻ നായർക്ക് പത്മവിഭൂഷണാണ്, ശ്രീജേഷിന് പത്മഭൂഷണാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നും ജോസ് ചാക്കോ പെരിയാപുറം, ഡോക്ടറാണ്, വൈദ്യശാസ്ത്ര രംഗത്ത് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീജേഷിന് പുറമെ മറ്റൊരു മലയാളി കിട്ടിയിരിക്കുന്നത് ഡോക്ടർക്കാണ്. മറ്റ് പത്മശ്രീയിൽ കേരളത്തിൽ നിന്നുള്ള ആരെയും തന്നെ പരിഗണിച്ചിട്ടുമില്ല.